ഉടമ്പടി എടുത്തതിൽ 50% വിശ്വാസികളുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവം അടയാളം കാണിക്കണമെന്നാണ് പറയണത്. ഇപ്പം ഈശോ എന്താ പറയണത്? നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നീ വിശ്വസിക്കണത്. എന്നിട്ട് പറയും ഇനി കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വരട്ടെ. നീ വിശ്വാസം വളരുമ്പോഴാണ് കാണാത്ത കാര്യങ്ങൾ, കണ്ണ് കാണാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കാൻ പോണത്. വിശ്വാസത്തിൻ്റെ അന്ത്യം എന്താണ്? കണ്ണ് കാണാത്ത കാര്യങ്ങൾ കാണിക്കുകയാണ്. കണ്ണ് കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിനെ കൈയും കാര്യം കെട്ടാൻ നോക്കുമ്പോഴേ കണ്ണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം നിനക്ക് നൽകുന്നത് ആരാണ്? സുവിശേഷമാണ്. ആ സുവിശേഷം നീ സ്വീകരിക്കണം. എന്ത് ചെയ്യണം? അനുതപിക്കണം. അതുകൊണ്ട് മർക്കോസ് 1:15 പറയണത് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈ അനുതാപം എന്ന് പറഞ്ഞ ഉടമ്പടി പ്രകാരം എന്താണ്? ഒത്തിരി മേഖലയിൽ അനുതപിക്കാം, പക്ഷേ ബേസിക്കായിട്ട് എന്താണ്? സ്വജാതീയ വിജാതീയ മാറ്റമാണ് ശരിക്കും അനുതാപം. എന്നാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി മുൻഗണന കൊടുക്കുകയും ജഡീയ കാര്യങ്ങളെ നീ 2ാം സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അനുതാപമായി. ഇതൊരു നിലപാടാണ്. അനുതാപം എന്ന് പറയുന്നത് കുറച്ച് മോങ്ങിക്കറിഞ്ഞ് കുമ്പസാരിച്ചിട്ട് പാപക്ഷമ മേടിക്കണം മാത്രമല്ല, അതൊരു ജീവിത നിലപാടാണ്. എന്ന് നീ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നുവോ അപ്പോൾ അനുതാപമായി. നിനക്ക് 2ാം സ്ഥാനം വരുന്നുവോ അപ്പോൾ അനുതാപമായി. ഉടമ്പടി നിയോഗങ്ങൾക്കാണ് നീ 1ാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ രാജ്യത്തിൻ്റെ സന്തതികളാണ്. ഉടമ്പടിയുടെ നിബന്ധനകൾക്കാണ് നീ 1ാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ സ്വർഗരാജ്യത്തിൻ്റെ സന്തതിയാണ്. ഏതിനാണ് നീ പ്രാധാന്യം കൊടുക്കണമെന്ന് നീ തീരുമാനിച്ച് വിവേചനത്തിലേക്ക് വരുമ്പോഴേ ഉടമ്പടിയുടെ നിബന്ധനകൾക്ക് 1ാം സ്ഥാനം കൊടുത്താൽ, നിയോഗങ്ങൾക്ക് 2ാം സ്ഥാനവും നിബന്ധനകൾക്ക് 1ാം സ്ഥാനം കൊടുത്താൽ നീ അനുതപിച്ചിരിക്കുന്ന അർത്ഥം. അതാണ് നീ സുവിശേഷത്തിൽ വിശ്വസിച്ചിരിക്കണമെന്ന അർത്ഥം. മനസ്സിലായില്ലേ? അതാണ് മർക്കോസിൻ്റെ 1:15. ഇനി നീ ഇതുപോലെ നിൻ്റെ ജീവിതത്തെക്കാളുപരി ദൈവത്തിനും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും അതനുസരിച്ചുള്ള ജീവിത പുനഃക്രമീകരണങ്ങൾക്കും നീ 1ാം സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോകണം. 16:15 മർക്കോസ് എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോകണം. എന്ത് ചെയ്യണം? എല്ലാ സൃഷ്ടികളോടും നീ സ്വീകരിച്ച കൃപ കൈമാറണം. മനസ്സിലായില്ലേ? സുവിശേഷം സ്വീകരിച്ചാൽ മാത്രം പോരാ. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം വളരെ ഇടിപെട്ട സുവിശേഷമാണ്. കാര്യം തുടങ്ങുന്ന സുവിശേഷത്തിലാണ്. അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസ് അവസാനിപ്പിക്കുന്ന 16:15 എന്താ പറയണത്? ലോകം മുഴുവൻ പോവുക, സുവിശേഷം കൈമാറുക. എന്ന് വെച്ചാൽ ബൈബിളെ വിജാതിയർക്ക് സുവിശേഷം കൈമാറുക എന്ന് വെച്ചാൽ പൗലോസ് പറയും കൃപയുടെ കൈമാറ്റമാണെന്ന് പറയും. സുവിശേഷത്തിന് കൃപ എന്നൊരർത്ഥമുണ്ട്. നമ്മൾ കൃപ കൈമാറുമ്പോൾ മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളെ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രയോറിറ്റി കൊടുത്തു കഴിയുമ്പോൾ, മുൻഗണന കൊടുത്തു കഴിയുമ്പോൾ കൃപയുടെ കൈമാറ്റമാണ്. ദാറ്റ് മീൻസ് സുവിശേഷം ആയവർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ. എന്തിന് ഞാൻ ഉടമ്പടി എടുക്കണം നിന്നോട് നീ ഉടമ്പടി എടുക്കണം ചോദിച്ചാൽ നിനക്ക് ഒത്തിരി ഉത്തരമുള്ളൂ. കൃപയുടെ കൈമാറ്റത്തിന് കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഇതിനെല്ലാം വരുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതായത് ഫിലിപ്പിയർ 3:20 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഫിലിപ്പി 3:20 ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പൊ 2 പൗരത്വമുണ്ട്. മനസ്സിലായില്ലേ? പൗരത്വം എ ഗ്രേഡ് ഉണ്ട്, പൗരത്വം ബി ഗ്രേഡ് ഉണ്ട്. ഇതിൽ ഏത് പൗരത്വമാണ് നീ സ്വീകരിച്ചിരിക്കണമെന്ന പ്രശ്നം. അതായത് നിൻ്റെ കാര്യം, നിൻ്റെ വീട്, നിൻ്റെ വയറ്, നിൻ്റെ വീട്ടുകാരൻ, നിൻ്റെ നാട്ടുകാരൻ, നിൻ്റെ സ്വന്തം, നിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ലോകപൗരത്വമാണ്, ഭൗമിക പൗരത്വമാണ്. ഈ ഭൗമിക പൗരത്വത്തിന് വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല. നീ നിൻ്റെ ജീവിതത്തെ മാത്രം പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം നീ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മീൻസ് 2ാം പൗരത്വത്തിനാണ് നീ പ്രാധാന്യം കൊടുക്കുന്നത്. 2ാം പൗരത്വം. 1ാം പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസിയുടെ 1ാം പൗരത്വം എന്താണ്? ഫിലിപ്പിയർ 3:20 അതെന്താണ്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ ഈ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, എന്ത് വേണമെങ്കിലും. ഇപ്പം നമ്മൾ ക്ഷമിക്കും, സഹിക്കും, അതുപോലെ തന്നെ വിട്ടുകൊടുക്കും, വേണ്ട കളയെന്ന് വെക്കും, കള പോട്ടെ എന്ന് പറയും. ആരോടും പരിഭവത്തിനോ പരാതിക്കോ തർക്കത്തിനോ ഒന്നും പോകത്തില്ല. എന്താ കാര്യം? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്.
നിത്യതയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ എപ്പോഴും ഇതുപോലൊരു പ്രയോറിറ്റി വേണം. എന്താണ്? നിത്യത ഉന്നം വെച്ചുകൊണ്ട് മുൻഗണന കൊടുത്തുകൊണ്ടും ഉടമ്പടിയെ സമീപിച്ചാൽ ടൈം ഷോർട്ടറിങ് നടക്കും, നോട്ട് ബൈ മെറിറ്റ് നടക്കും, പ്രസൻസ് ഉണ്ടാകും. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നിത്യത ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം എന്തിനാണ് സാന്നിധ്യം നൽകണത്? ഒരാവശ്യമില്ല. പക്ഷേ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുകയാണെങ്കിൽ ദൈവം ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയാക്കും. ഉടമ്പടി ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? ഐ വിൽ ബി വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഓരോ ഉടമ്പടി പോലും ഇതുപോലെ കൃത്യമായിട്ട് ദൈവസാന്നിധ്യം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിചിത്രമായ അപൂർവ മണ്ഡലങ്ങളിൽ പോലും സംരഭ്യമാക്കുന്ന ഒരു സംവിധാനം ഇന്ന് വരെ ആധ്യാത്മിക ഒരു ലോകത്തുമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിലെ ഉടമ്പടി എടുക്കുന്നവരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അവകാശികളാകുന്നു, അർഹരാകുന്നു. ഈ ഒരു നടപടിക്രമങ്ങളിലൂടെ പുരോഗമിച്ചുകൊണ്ട് നീ മുന്തിയ നിലവാരമുള്ള സ്വർഗരാജ്യത്തിൻ്റെ പ്രജയായി മാറാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നൽകണമേ. ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ. അഭിഷേകം കിട്ടുന്ന ഒരു ദിവ്യകാരുണ്യ ഗാനം ആലപിക്കാം. ശ്രദ്ധിക്കട്ടെ. കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പാടുക. Yeah.
പ്രിയപ്പെട്ടവരെ, കർത്താവ് വളരെ പ്രസാദിച്ച് നിൽക്കുന്ന ദൈവിക നിമിഷമാണ്. നിങ്ങൾ തന്നെ ഒത്തിരി പേര് തീരുമാനമെടുത്തിട്ടുണ്ട്, ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കാം. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ജീവിച്ചോളാം. നമുക്ക് യേശുക്രിസ്തു നൽകുവൻ, അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകുകയില്ലേ എന്ന് പറയുന്ന ആ ദൈവിക സ്നേഹത്തെ തൊടുകയാണ് ജീവിത സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. കർത്താവെ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരിമിതികളുണ്ട് കർത്താവെ, ഞങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും കർത്താവെ, നിനക്ക് വേണ്ടി ജീവിക്കാൻ നിൻ്റെ കൈയും കാലുമായി എൻ്റെ കൈയും കാലുകളെ മാറ്റിക്കൊണ്ട് ഇനിയുള്ള ശേഷിച്ച കാലങ്ങളിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവ് കൃപയ്ക്കുമേൽ കൃപ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും കൃപയുടെ കൈമാറ്റത്തിൻ്റെ ആളായ്മയായി മാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. കൃപയുടെ കൈമാറ്റ പോരാളികളാക്കി ഞങ്ങൾ ഈ ആരാധനയോടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണ്, അനുഗ്രഹം സ്വീകരിക്കേണ്ട സമയമാണ്. അഭിഷിക്തൻ ഉടമ്പടിയുടെ ക്രമപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ കടലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാണ്. ദൈവമേ, മോശയെപ്പോലെ ഞാൻ കൈയുയർത്തുന്ന കർത്താവെ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായ തിരുസഭയോടും കർത്താവെ, അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ ജനപദങ്ങളോടും നിന്റെ കുരിശിലെ കാരുണ്യത്താൽ തിരുരത്വത്തിൻ്റെ അപേക്ഷകൾ നൽകിക്കൊണ്ട് ഈ കർത്താവ് അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഈ ജനങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രുതികട്ടെ. ആരാധന കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നീ 6 സഹോദരങ്ങളെ കാലിൽ പൊട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. കാലിൽ പൊട്ടിയതും ശരീരത്തിൽ പൊട്ടിയതും ശരീരഭാഗങ്ങളിൽ പൊട്ടുകയും ചൊള്ളച്ചും അതുപോലെ തന്നെ കരിവാളിച്ചും കിടക്കുന്ന പാടുകൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് യേശു പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട ശ്രുതികട അക്ഷാപരത്തോടെ ക്യാൻസറാണോ അതുപോലെ തന്നെ ഇതുപോലെ തൊണ്ടയ്ക്കുള്ള തൈറോയിഡ് ആണോ എന്ന് അറിയത്തില്ല. തൊണ്ടയുടെ ചുവട്ടിൽ ഇങ്ങനെ ഇടത് വശത്ത് അച്ഛൻ കാണിക്കുന്ന ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഈ വശത്ത് വലതുവശത്ത് ഇങ്ങനെ മുഴ പോലെ കിടക്കുന്നൊരു നീണ്ട ദീർഘ ഒരു മുഴയുണ്ട്. അപ്പോൾ തൊണ്ട മുഴകളുള്ള എല്ലാ മക്കളെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. സ്പർശിച്ച് ശ്രുതികട 8 പേരെ ഈ വിഷയത്തിൽ കർത്താവ് സുഖപ്പെടുത്താണ്ട് സാക്ഷ്യം പറയാൻ കഴിയും. ശ്രുതികട ഹല്ലേലൂയ. ഫെലിക്സ് എന്ന പേര് പറഞ്ഞ് കർത്താവ് സുഖപ്പെടുത്താറുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. തല കണ്ടർമാനം വല്ലാതെ വേർക്കും, മുടി വല്ലാണ്ട് കൊഴിയും, എപ്പോഴും നീർക്കെട്ടലുണ്ടാകും. അങ്ങനൊരു വ്യക്തി കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ചെവികൾക്ക് വലത് ചെവിക്ക് എന്തോ കുത്തി തിരിച്ച പോലെ മാംസം വളരുന്ന പോലെ കേൾവിക്കുറവുണ്ട്. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും ചെവി പറ്റി പ്രാർത്ഥിക്കാൻ പറയുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. എന്നുമെന്നും കൂടെ ഇരിപ്പാൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. എന്റെ സ്നേഹിതനാ
ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന കുടില് പോലുള്ള സാധനങ്ങൾ പ്രീസെപ്റ്റുകൾ കാണിക്കുന്നുണ്ട്. ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ അവരിവിടെ ഇല്ല, അവിടെ ബന്ധുക്കളാണുള്ളതെങ്കിൽ ഓൺലൈനിൽ കേൾക്കുന്നവരും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ മെല്ലെ വലത് കൈ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ കൈകളായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടി അമ്മമാതാവ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാവരും തിയേറ്ററുകളിലെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുകയും അമ്മ തന്നെ അത് നിർവഹിക്കുകയും പൂർണ്ണമായി സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഓപ്പറേഷൻ പോലും വേണ്ടാതെ സുഖപ്പെടുത്തുന്ന ദൈവമേ, ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരത്തെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. ഊടിന് താഴെയും മുകളിലും കുടലിന്, വൻകുടലിനും ചെറുകുടലിനും വീക്കമുള്ളവരെ, സിസ്റ്റുള്ളവരെ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, PCOD-ക്കാർ, അതുപോലെ RSS രോഗികൾ എല്ലാവരും ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികൾ നെഞ്ചി കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ ആന്തരിക അവയവങ്ങൾക്ക് രോഗം പറ്റുന്നവരെ തിരസ്സേരത്തിൽ കവിച്ച് പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായി സ്തുതിക്കട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥ യേശുവിൻ്റെ നാമത്തിൽ സ്തുതിക്കട്ടെ. കർത്താവിന് ശക്തിവെക്കട്ടെ. ഈശോ അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയെ കൃപാസം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവിടെ നടന്ന 10,000 ആരാധന ശക്തിയാൽ എല്ലാവരും കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും ഓൺലൈൻ പ്രാർത്ഥിക്കുന്ന മകനെയും മാർഗ രോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൂചിക്കട്ടെ. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് നമ്മൾ പറയാത്ത ഒരു വിഷയം സുഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നടുവിൻ്റെ ഡിസ്ലൊക്കേഷനാണ്. ഡിക്സ് അതുപോലെ തന്നെ ഈ നമ്മുടെ അരക്കെട്ടിൻ്റെ ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുള്ളവരെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പറയാതെ തന്നെ അങ്ങനെ ആരോ ചെയ്തിട്ടുണ്ട് ലേഡികൾ. അവരെ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴ് നടുവിന് വേദന ഉള്ളവരും അതുപോലെ തന്നെ അരക്കെട്ടിന് നീര് കെട്ടുന്നവരും ഇരിക്കാൻ പ്രയാസമുള്ളവരൊക്കെ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സൂചിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികളും ആ കിഡ്നി സ്ഥാനങ്ങളിൽ ബാക്ക് വശം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡിന് അസുഖമുള്ളവരെ പിൻകഴുത്ത് കൈവച്ചുകൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ. സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡിന് അസുഖമുള്ളവരെ പിൻകഴുത്ത് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ പിൻകഴുത്ത് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എല്ലാവരും മുട്ടേന്നിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ്. ജപ്തി നടപടികൾ, സ്ഥലം വിൽക്കാത്തവരെ, വിൽക്കാൻ പറ്റാതിരിക്കുന്നവരെ, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിനായിട്ട് പ്രതീക്ഷിക്കുന്നവരെ, പരീക്ഷ എഴുതാൻ പോകുന്നവരെ, മക്കളില്ലാത്തവരെ, പ്രഗ്നൻസിയിലെ തകരാറുകളുള്ളവരെ, ഗർഭസ്ഥ ശിശുവിന് തകരാറുണ്ടെന്ന് സ്കാനിങ്ങിൽ റിപ്പോർട്ടുള്ളവരെ, മക്കൾ ദുർനടപ്പിലായിരിക്കുന്നവരെ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ട് കുടുംബത്തിന് ഭയങ്കര തകർച്ചയ്ക്ക് കാരണമാകുന്നവരെ,
കുടുംബ തകർച്ചയുള്ള മാതാപിതാക്കന്മാർ, ഭാര്യാഭർത്താക്കന്മാർ, സാമ്പത്തിക വരുമാനമില്ലാത്തവരെ, വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയവരെ, കടകമ്പോളങ്ങൾ വ്യവസായങ്ങളും ശുഷ്കിച്ചു പോയവരെ, നിവൃത്തിയില്ലാതെ രാജ്യം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരെ, പലതരത്തിലുള്ള വിഷമതകളിൽ വലയുന്നവരെ, കേസിലും കള്ളക്കേസിലും ഒക്കെ അകപ്പെട്ടവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവരെല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശാരീരികത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവരെ കർത്താവ് വീണ്ടും കാണിക്കുന്നുണ്ട്. അസ്ഥിക്കുഴകളിൽ അകൽച്ചയുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. ത്വക്ക് രോഗികൾ, പൊറുക്കാത്ത വ്രണങ്ങൾ, പല ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് വെയിറ്റ് കുറഞ്ഞ് വരുന്നവരെ, ജോലി ചെയ്യാൻ പറ്റാത്തവർ, ജോലി ഇല്ലാത്തവർ, ജോലി കിട്ടാത്തവർ, ജോലിക്ക് വിളിക്കുമ്പോൾ പലതരത്തിലുള്ള ഇൻ്റർവ്യൂ തടസ്സങ്ങളുള്ളവർ, ഭയമുള്ളവർ, സാമ്പത്തികമായി നിവൃത്തിയില്ലാത്തത് കൊണ്ട് മറ്റു ജോലിക്ക് പോകാൻ ശ്രമിക്കാൻ പറ്റാത്തവർ, എല്ലാം കൊണ്ട് വഴിമുട്ടി ഇങ്ങനെ മൊഴിമുട്ടി ഗതിമുട്ടിയിരിക്കുന്നവർ, എല്ലാ മേഖലകളിലും കർത്താവ് കടന്നു വരുന്ന സമയമാണ്. കൈ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ, കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇവിടെ നടന്ന 10,000-കണക്കിന് ഉടമ്പടിയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മലാഖമാരെയും വിശുദ്ധന്മാരും രക്തസാക്ഷികളെയും അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശു ക്രിസ്തു നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, മഴ തടസ്സങ്ങൾ, ജീവിത തകർച്ചകൾ യേശു ക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കൈകൾ കുപ്പി കണ്ണ് തുറന്ന് ദിവ്യകാരുണ്യത്തോട് അമ്മയുടെ മധ്യസ്ഥത്തിൽ അച്ഛൻ വിട്ടുപോയ കാര്യങ്ങളെ സൂചിപ്പിക്കുക. അച്ഛൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോഴും മൗനമായി പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക. ഇപ്പോൾ മുട്ട നിൽക്കുക. ശിരസ് നമിച്ച് സമാപനാശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
എൻ്റെ പേര് വിനീത് വർഗീസ്. ഞാൻ തിരുപ്പൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2019 ഡിസംബർ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. ഞാൻ 2022 ഞാനൊരു സാക്ഷ്യം ഇവിടെ വന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റ് സാക്ഷ്യം ഇവിടെ വന്ന് പറഞ്ഞിരുന്നു. അത് എൻ്റെ ബിസിനസ് വൻ ഉയർച്ചയിലേക്ക് കൊണ്ടുപോയ ഒരു ബിസിനസ് സാക്ഷ്യമാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് കേട്ടിരിക്കുന്നവർക്ക് അറിയാവുന്നതാണത്. അതിനുശേഷം അതിനോട് ശേഷം വന്ന പല അനുഭവങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ വേണ്ടി ഞാൻ അടുത്ത സാക്ഷ്യം പറയുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത്. ഞാൻ തിരുപ്പൂരിലെ ബിസിനസ് നല്ല ബിസിനസ് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ കൊറോണ സമയത്തിന് എൻ്റെ ബിസിനസ് അവിടുന്ന് ഇസ്രായേലിൽ നിന്ന് കൊടുത്തിരുന്ന ഓർഡറുകളെല്ലാം ഒരു 6 മാസം മുന്നേ ക്യാൻസൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ വന്നിരുന്നു എനിക്ക്. ഞാൻ ആകെ തകർന്നു പോയ ഒരു സിറ്റുവേഷനായിരുന്നു അത്. പക്ഷേ ഞാൻ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ 50% പ്രോസസ്സിങ് ചെയ്ത് കമ്പനി വൻ നഷ്ടത്തിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഈ ബിസിനസ് വൻ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ മാതാവിനോട് ഞാൻ എങ്ങനെ പറയുന്നത് എനിക്കറിയുന്നില്ല. 5 കോടിയുടെ ബിസിനസ്സാണത്. ആ വന്നിരുന്ന ഓർഡർ 2.5 കോടിക്ക് ഞാൻ പ്രോസസ്സിങ് ചെയ്തിരുന്നു. പക്ഷേ ആ ബിസിനസ് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ, ആ ബിസിനസ് ക്യാൻസലായിരുന്നെങ്കിൽ എൻ്റെ വീട് എല്ലാം ഞാൻ സെയിൽ ചെയ്തുകൊണ്ട് ആ കട മുഴുവൻ വീട്ടേണ്ടി വരുമായിരുന്നു. പക്ഷേ ഡിസംബർ 4-ാം തീയതി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഒരു തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഒരു മെയിൽ എനിക്ക് അവിടെ നിന്ന് വരുന്നു. ഇസ്രായേൽ എന്ന MGS ഗ്രൂപ്പിൽ നിന്ന് വന്ന MGS എന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡറുകളാണ് ഞാൻ ചെയ്യുന്നത് കമ്പനി. അതിന് എനിക്കൊരു ഡിസംബർ 4-ാം തീയതി രാത്രി 8 മണിക്ക് ഒരു മെയിൽ വരുന്നു. യു പ്രൊസീഡ്. എനിക്ക് ഇതുപോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണത്. യു പ്രൊസീഡ്. ഞാൻ അതിശയിച്ചു പോയ ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം തകർന്നു ഇരുന്ന സ്ഥലത്തു നിന്നാണ് എന്നെ ദൈവം ഉയർത്തിക്കൊണ്ട് ഇത്രയും ഉയർത്തി മാതാവിനെ ഉയർത്തിയത്. അപ്പോൾ യു പ്രൊസീഡ് എന്ന് കൊണ്ടുവന്ന ആ ബിസിനസ് ഇന്നലെ ഞാൻ വരുമ്പോൾ പോണ വെള്ളിയാഴ്ച ഞാൻ അതിൻ്റെ 50% തൂത്തുക്കുടി എന്ന സ്ഥലത്തു നിന്നും 50% ഞാൻ ഇസ്രായേലിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ സാക്ഷ്യം പറയാൻ വന്ന് നിൽക്കുന്നത്. ഇനി 50% ഞാൻ സെയിൽ 50% ഓർഡർ എനിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച ഇതേപോലെ തൂത്തുക്കുടിയിൽ നിന്ന് അയക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ എല്ലാ തകർച്ചയിൽ നിന്ന് എന്നെ ഇത്രമാത്രം എന്നെ മാതാവിനെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇനി മാതാവിനോട് എങ്ങനെ നന്ദി പറയുന്നത് എനിക്കറിയില്ല. എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചാണ് എൻ്റെ അമ്മ. ഞാൻ അടുത്ത സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത ഫുൾ ബിസിനസ് ഇപ്പോൾ എനിക്ക് പോട്ടിയായിട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല, എനിക്ക് എതിരായിട്ട് ചെയ്യുന്ന കമ്പനിയുണ്ട്. 5 കമ്പനികളുണ്ട് ഈ തിരുപ്പൂർ. ഈ 5 കമ്പനികളിലെ ഓണർമാർ ഇന്ന് ഇസ്രായേലിൽ മീറ്റിങ്ങിലിരിക്കുകയാണ്. ഇന്നലെ മിനിങ്ങാന്ന് എല്ലാ മീറ്റിങ്ങിലിരിക്കുകയാണ് അവർ. പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അടുത്താണ്. പക്ഷേ അവർക്ക് അവിടെ ഇതുവരേക്കും ഒരു ഓർഡർ പോലും ആ ബയേഴ്സ് കൊടുത്തിട്ടില്ല. ഇന്നലെ ഞാൻ എൻ്റെ പാർട്ട്ണർ വിളിക്കുമ്പോൾ ഇന്നലെ മാത്രമേ എനിക്ക് 15 ഓർഡർ അവിടെ നിന്ന് അവർ ഇരിക്കുമ്പോൾ മെയിൽ എൻ്റെ ഇതിലേക്കാണ് വരുന്നത്. 15 ഓർഡറിനുള്ള മെയിൽ ഇന്നലെ വന്ന് എനിക്കിത് കൺഫേം ചെയ്യാൻ പറഞ്ഞു വരുന്നു. അവിടെ നിന്ന് ഓണർമാർ എൻ്റെ പാർട്ട്ണറെ വിളിക്കുകയാണ്, നിങ്ങൾ എന്ത് മറിമായാണ് ചെയ്യുന്നതെന്ന്. കാരണം ഞാൻ ഇന്ന് മാതാവിൻ്റെ അടുത്താണ് വന്നേക്കുന്നത്. ഈ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ അമ്മ എന്നെ കൈവിടിയില്ല. അതിൻ്റെ ഉറച്ച വിശ്വാസത്തോടെ വന്നത്. പക്ഷേ ഇന്നലെ മാത്രം എനിക്ക് 15 ഓർഡറുകൾ, ഇന്നലെ മാത്രം 1.5 കോടി രൂപയുടെ ഓർഡറാണ് എനിക്ക് ഇന്നലെ മാത്രം വന്നിരിക്കുന്നത്. എൻ്റെ ഇത്ര മാത്രം എന്നെ അനുഗ്രഹിച്ച മാതാവിനോട് ഞാൻ 100 കോടി നന്ദി പറയുന്നു. അടുത്തത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വാട്ടർ കണക്ഷൻ പോകുന്നുണ്ട്. ഒരു വാട്ടർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഒരു സ്ട്രീറ്റ് എന്ന് വെച്ചാൽ 10 അംഗങ്ങളുള്ള ഒരു സ്ട്രീറ്റിലൂടെ ഒരു വാട്ടർ കണക്ഷൻ കടന്നു പോകുന്നുണ്ട്. ഈ വാട്ടർ കണക്ഷൻ കടന്നു പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ഞാൻ ഗേറ്റിന് വേണ്ടി, ഞാൻ എൻ്റെ വണ്ടി കയറ്റുന്നതിനും ഇതിനു വേണ്ടി എല്ലാത്തിനും വേണ്ടി ഞാൻ 2 ലക്ഷം രൂപ മുടക്കി ഞാൻ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഈ മറ്റുള്ള വീടുകളിലേക്ക് ഒന്നും വണ്ടികൾ കയറില്ല. പക്ഷേ ഹിന്ദു സമുദായത്തിൽപ്പെട്ട അംഗങ്ങളാണ് എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള എല്ലാവരുമേ. അവർ എൻ്റെ വീടിൻ്റെ ഈ വണ്ടി കയറ്റുന്നുള്ള
ആ അസൂയ കൊണ്ട് ഈ പൈപ്പ് ലൈൻ ഇതിൽ മാത്രം വരുന്നതിന് വേണ്ടി ഭയങ്കരമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരുന്നു. ഇത് ഞാനൊരു 3 ദിവസം മുന്നെയാണ് അറിഞ്ഞത്. ഈ 3 ദിവസം അറിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അമ്മയുടെ ഇവിടുന്ന് കൊണ്ടുവരുന്ന ഉപ്പ് ഞാൻ എന്ന് രാവിലെ പ്രാർത്ഥിച്ച് ആ 3 ദിവസവും ഞാൻ ഉപ്പ് ഞാൻ അതിൽ വിതറിക്കൊണ്ടിരുന്നായിരുന്നു ഇതിലൂടെ. അങ്ങനെ JCB പൊളിക്ക് ആ കുഴിയെടുക്കുന്ന അന്ന് കുഴിയെടുക്കുന്ന ആ ദിവസം ഈ 5 വീട്ടുകാർ 25 പേരുണ്ട്, 25 പേർ അംഗങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ JCBയുടെ മുന്നിൽ ഇവർ 25 പേരിൽ നിന്ന് ഫൈറ്റ് ചെയ്യാണ്. ഇതിൽ തന്നെ വെട്ടണം, അപ്പുറത്തെ കാലിയായി കിടക്കുന്ന സ്ഥലത്ത് കൂടെ വെട്ടാൻ പാടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ എന്നോട് മാതാവ് പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് ജോലിക്ക് പോയിക്കോ, നിനക്ക് ഒരു പ്രശ്നങ്ങളും വരില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവരെ അങ്ങോട്ട് വെട്ടിക്കാൻ സമ്മതിക്കാണ്ടിരുന്നപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഒരു അംഗം ഇവിടെ വന്നിട്ട് അവരോട് പറഞ്ഞു എന്തെന്ന് വെച്ചാൽ, ഈ സ്ട്രീറ്റിലൂടെ ഇനി വെള്ളമില്ല, ഇതിലെ വെട്ടിയാൽ മാത്രമേ ഈ സ്ട്രീറ്റിലൂടെ വെള്ളമുള്ളൂ, ഇതിലെ വെട്ടിയാൽ ഇനി നിങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 25 പേരും അവിടുന്ന് മാറേണ്ടതായിട്ട് വന്നു. എനിക്ക് ആകെ കൂട്ടുള്ളത് ആരാ, എൻ്റെ പുറകിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 25 പേർ ഇന്ന് ഫൈറ്റ് ചെയ്തിട്ടും അവർക്ക് സാധിക്കാൻ കഴിയാത്ത എൻ്റെ അമ്മ ഒരു നിമിഷം കൊണ്ടാണ് അതിലും അപ്പുറത്തോടെ മാറ്റി വെട്ടി അപ്പുറത്തോടെ മാത്രം ആ കാലിയായി കിടക്കുന്ന സ്ഥലത്തിൽ കൂടെ പൈപ്പിട്ട് പോയി. അതിന് മുന്നേ 2 ദിവസം മുന്നേ എന്നെ ആ വീട്ടുകാർ വന്നിട്ട്, ഇനി 1 മാസം നിനക്ക് വണ്ടി കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് നീ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വണ്ടി കൊണ്ടിട്ടോ നിനക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ചിരുന്നവർ അന്ന് അതിന് ശേഷം അത്ര 25 പേരും തല കുനിച്ചുകൊണ്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ കടന്നുപോയി. എൻ്റെ മാതാവ് അത് എങ്ങനെ അപ്പോഴും അവർ തനിയെ നിന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, ഇവൻ ആരാണ് ഇത്ര സപ്പോർട്ട് ചെയ്തേക്കുന്നത്, ഈ ഇത്രയുള്ള ചെറിയ ചെക്കന് ആരാണ് ഇത്ര സപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എനിക്ക് അത് ഫുൾ സപ്പോർട്ട് എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നിട്ടാണ് ഞാൻ അന്ന് രാവിലെ കൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കോളാനാണ് പറഞ്ഞത്. എൻ്റെ അമ്മേനെ ഞാൻ 2 പ്രാവശ്യം ഞാൻ നേരിട്ട് കണ്ടവനാണ്. ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ അത് ഫോട്ടോ കാണിച്ചു കൊടുത്തിരുന്നു. എൻ്റെ മെഴുതിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് സിസ്റ്ററെ ഞാൻ കാണിച്ചിരുന്നു. അത് സിസ്റ്റർ നേരിട്ട് കണ്ടതാണ്, എൻ്റെ സെല്ലിൽ ഞാൻ കാണിച്ചു കൊടുത്തതാണ്. രാവിലെ 5:30 മണിക്കാണ് ഞാൻ 5 മണിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് 5:30 വരേക്ക് എൻ്റെ എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞ് 5:30 മണിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ റൂമിൽ എല്ലാ ജനലുകളും വാതിലും എല്ലാം ക്ലോസ് ആണ്. പക്ഷേ എവിടെ നിന്നറിയില്ല ഭയങ്കരമായ കാറ്റും എല്ലാം വന്ന് വീണു. പക്ഷേ ആ മെഴുതിരി പോലും അണഞ്ഞില്ല. പക്ഷേ ഞാൻ ആ കാറ്റ് വന്നപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, പക്ഷെ ഒന്നും കണ്ടില്ല. പക്ഷേ മെഴുതിരിയിലേക്ക് നോക്കുമ്പോൾ അമ്മ പൊങ്ങി വരുന്നതായിട്ടാണ് കണ്ടത്. ഇന്ന് ആ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ ആ സിസ്റ്റർ കാണിച്ചു കൊടുത്തിരുന്നു. മാതാവിൻ്റെ രൂപം അതുപോലെ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പിന്നെ എനിക്ക് ഒന്നും പ്രാർത്ഥിക്കാനേ പറ്റിയില്ല. അത്രയും നേരത്തേക്ക് ഒരു 10 മിനിറ്റേക്ക് എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. എന്നെ നേരിട്ട് എന്നെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് കണ്ടത്. ഞാനത് നേരിട്ട് ഞാൻ ഇപ്പോൾ സിസ്റ്റർക്ക് കാണിച്ചു കൊടുത്തതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മാതാവിനെ 2 പ്രാവശ്യം ഞാൻ നേരിട്ട് കണ്ടവനാണ്. ഞാനിത് എല്ലായിടത്തും സാക്ഷ്യപ്പെടുത്തിയതാണ്. എൻ്റെ കുടുംബക്കാർക്ക് മുഴുവൻ ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തതാണ്. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു, ഇത് നുണയാണ്. ഇത് ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് നിനക്ക് കൃപാസനത്തിൽ നിന്ന് വന്നപ്പോൾ അതിനകത്ത് ഏതോ ഫിറ്റ് ചെയ്ത് വിട്ടേക്കുന്നതെന്ന് പറഞ്ഞു എന്നോട്. പക്ഷേ ഞാൻ എല്ലാവരും മുന്നിൽ എല്ലാവർക്കും ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര പേർക്ക് അയച്ചു കൊടുത്തിട്ടില്ല. എൻ്റെ ആ സാക്ഷ്യത്തിലൂടെ മാത്രം ഒരു 100-150 ആളുകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒരു 150 പേര് മേലെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ അത്രമാത്രം മാതാവിൻ്റെ അടുത്ത് ഞാൻ വന്ന് ചെയ്യുന്ന ഇതാണ്. ഞാൻ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു. ഞാൻ ഇന്ന് നമ്മുടെ തിരുപ്പൂരിൽ നിന്ന് വന്ന ഒരു ഹിന്ദു സമുദായ കുടുംബത്തിലെ അംഗങ്ങൾ 2 പേരുണ്ട്. അവർ 2 പേരും കടത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആലോചിച്ചിരുന്ന സമയത്താണ് ഞാൻ ഇവിടേക്ക് കയറി ചെന്നത്. ഞാൻ എൻ്റെ കാറിൽ എൻ്റെ വണ്ടിയിൽ ഇരുത്തി അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ സാക്ഷ്യം കാണിച്ചു കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്ത്. അവർ 2 പേരും ഇവിടെ വന്നിരുന്നു. ആ ചേച്ചി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ആ ചേച്ചിക്ക് ആത്മഹത്യ എന്നുള്ള ഒരു പ്രവണത ഇല്ല എന്ന് അവരിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അക്രൈസ്തരാണ്. അവർ ഉടമ്പടി എടുത്തു. അവർ ഇന്ന് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ ഞായറാഴ്ച ആണ് അവരുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മെഴുതിരി ഫുള്ള് ഉരുകി താഴേക്ക് വീഴുമ്പോൾ ആ യേശുവിനെ ക്രൂശിച്ച ആ രൂപം, അതിനകത്ത് ക്രൂശിച്ച രൂപം അത് വന്ന് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടവനാണ്. യേശു ക്രൂശിൽ നിൽക്കുന്ന മാതിരി നിൽക്കുന്നത്. പിന്നെ ആ ചേച്ചിക്ക് അത്രമാത്രം വിശ്വാസമാണ്. ആ ചേച്ചി ഇനി അടുത്ത ആഴ്ച ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വരുന്നുണ്ട്. പലരെ ഞാൻ ഇതുപോലെ ഇവിടെ എത്തിക്കുന്നുണ്ട്. ഈ കൃപാസന എന്ന ഇതിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്. എല്ലാവരും
എല്ലാവരോടും സംസാരിച്ചുകൊണ്ടാണ് ഞാനിവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാതാവിൻ്റെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും പറഞ്ഞുകൊണ്ടാണ് എത്തിക്കുന്നത്. അതില്ലാണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഒരു സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ 2 കുഞ്ഞുങ്ങൾ, ഒരാൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതുവരെ ഒരു നന്നായിട്ട് പഠിക്കും, പക്ഷേ ഇതുവരെ ഒരു പ്രൈസ് അവർ വാങ്ങിയിട്ടില്ല. പക്ഷേ ഞാനിവിടെ കൊണ്ടുവന്നു, ഒരു ഫെബ്രുവരി മാസം അങ്ങോട്ട് കൊണ്ടുവന്ന് വരെ 2 പേരെ കൊണ്ടുവന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. ഏതെങ്കിലും ഒരു പ്രൈസ് എനിക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. പക്ഷേ ഈ ആഗസ്റ്റ് മാസം എൻ്റെ 2 കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ആ 2 കുഞ്ഞുങ്ങളും 14 ഫസ്റ്റ് പ്രൈസാണ് വാങ്ങി കൂട്ടിയിരിക്കുന്നത്. അത് ഞാൻ സിസ്റ്ററെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 14 ഫസ്റ്റ്. ആ എൻ്റെ പെൺകുഞ്ഞ് വന്ന് ചാമ്പ്യൻ ട്രോഫിയും ഏറ്റുവാങ്ങിയ കുട്ടിയാണ് ആ നിൽക്കുന്നത്. അത്രമാത്രം ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രമാത്രം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക മാതാവ്. എൻ്റെ ബിസിനസ്സിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലും എല്ലാം കൊണ്ട് എൻ്റെ മാതാവ് ഇവിടെ വന്നേ പിന്നെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹം മാത്രമേ തന്നിട്ടുള്ളൂ. ഞാൻ അത്രമാത്രം അമ്മേനെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ഞാൻ ഇന്ന് മീറ്റിങ്ങിന് പോലും പോകാതെ ഇന്നലെയൊക്കെ അത്രമാത്രം ഓർഡറുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ എതിരായിട്ടിരിക്കുന്ന 5 കമ്പനിക്കാർ ഇന്ന് MGS ഗ്രൂപ്പിൻ്റെ ഇസ്രായേലിൽ മീറ്റിങ്ങിലിരിക്കുക, 4 ദിവസമായിട്ട് മീറ്റിങ്ങിലിരിക്കുക. അവർക്ക് ഇന്ന് ഒരു ഓർഡറുകൾ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറയണേ. ഞാൻ പോകാണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് അവിടെ പാർട്ട്ണർക്ക് എനിക്ക് മെസ്സേജ് പോയിക്കൊണ്ടേയിരിക്കുക. എൻ്റെ പാർട്ട്ണർക്ക് ഓർഡറുകൾ അങ്ങ് കുന്നുകൂടിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ എന്തിനു വേണ്ടി ഇനി മീറ്റിങ്ങിന് പോകണം? എനിക്ക് അത് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് മാത്രം വന്നാൽ പോരെ. ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എത്ര മാത്രം എനിക്കിനി ഇതിന് ഓർഡറുകൾ തരുന്നു എനിക്കറിയില്ല. എൻ്റെ മാതാവിന് ഇത്ര മാത്രം എന്നെ അനുഗ്രഹം സാധിച്ച അമ്മയ്ക്കും അമ്മയുടെ തിരുമാറിന് ഞാൻ 100 കോടി നന്ദി പറയുന്നു. എന്നെ ഒരേ ആളുകൾ പരിഹസിക്കുമ്പോൾ, എൻ്റെ കുടുംബക്കാരെന്ന് പറഞ്ഞ ആരെന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ, ആ പരിഹാസത്തിനും എത്ര പരിഹസിക്കുന്നു അത്ര അനുഗ്രഹം എനിക്ക് തന്നുകൊണ്ടിരിക്കുക. എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ ബിസിനസ്സിൽ എനിക്കിപ്പോൾ ഒരു പേടിയില്ല, ഒരു കാര്യങ്ങൾക്ക് എനിക്ക് പേടിയില്ല. എനിക്ക് കഴിഞ്ഞ മാസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ഗണപതിപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വരുമ്പോൾ ഒരു കോളേജ് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. എൻ്റെ ബാക്കിൽ വന്ന കോളേജ് കുട്ടികളുടെ ആ ബൈക്കിൻ്റെ കൺട്രോൾ പോയി വന്ന് എൻ്റെ ഇതിലേക്ക് ശക്തിയായിട്ട് അടിച്ചു. എൻ്റെ ഇവിടെ നിന്നുള്ള വണ്ടി എൻ്റെ അവിടെ പോയി കിടന്നു. അത്ര മാത്രം പോയി. പക്ഷേ എന്നെ എന്തെന്നറിയാമോ നിങ്ങൾ എൻ്റെ അമ്മ എന്നെ ചെയ്തെന്നറിയോ? പൂ പോലെ എടുത്ത് തന്നെ ഇപ്പുറത്തേക്ക് മാറ്റിയിരുത്തി. ഞാൻ അങ്ങനെ നിൽക്കുവാണ് അവിടെ. വണ്ടി അത്രമാത്രം അപ്പോൾ അവിടെ പോയി. വണ്ടി തകർന്നു എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ ഒരു കാലിനോ ഒരു ചെറിയ പരിക്ക് പോലും ഇല്ല. അത്രയും ജനങ്ങൾ ഓടിക്കൂടിയിട്ട് എനിക്ക് എന്തോ കാലൊടിഞ്ഞ് കൈ ഒടിഞ്ഞ് എല്ലാം വിചാരിച്ച് എല്ലാവരെയും എണീപ്പിക്കുക. പക്ഷേ എന്നെ പൂ പോലെ എടുത്ത് അങ്ങ് വെക്കുക ചെയ്തിട്ടുള്ളൂ. ഒരു ചെറിയ പരിക്ക് പോലും എനിക്ക് വന്നിട്ടില്ല. ഇത്ര മാത്രം എൻ്റെ മാതാവ് എന്നെ സഹായിച്ച അമ്മയ്ക്കും അമ്മയുടെ തിരുവാതിര 100 കോടി നന്ദി പറയുന്നു.